എവിടെയില്ല ഈ സൂര്യ തേജസ്? ബെനഡിക്ട് 16 മാർപ്പാപ്പ കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. 8 വർഷത്തോളം കത്തോലിക്കാ സഭയെ നയിച്ച ശേഷം സ്ഥാനത്യാഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് വിശ്രമത്തിലായിരുന്നു. 2005 സഭയുടെ പരമാധ്യക്ഷനായ അദ്ദേഹം 2013 സ്ഥാനത്യാഗം ചെയ്തത്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വത്തിക്കാനിലെ ആശ്രമത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ജനുവരി 5 വ്യാഴാഴ്ച നടക്കുന്ന കബറടക്ക ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വത്തിക്കാനിലെ മാറ്റർ എക്ലേസിയ ആശ്രമത്തിലായിരുന്നു ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അന്ത്യം. 6 നൂറ്റാണ്ടിനിടെ സ്ഥാനത്യാഗം ചെയ്ത ഏക മാർപ്പാപ്പയാണ് ബെനഡിക്ട് 16. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വത്തിക്കാനിൽ ചികിത്സയിലായിരുന്ന ബെനഡിക്ട് 16 കാലം ചെയ്തത് പ്രാദേശിക സമയം രാവിലെ 9:34 8 വർഷത്തോളം കത്തോലിക്ക സഭയെ നയിച്ച ശേഷം സ്ഥാനത്യാഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് വിശ്രമത്തിലായിരുന്നു. മുൻഗാമിയായ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കൈപിടിച്ചു നടക്കുകയും പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അധികാരം കൈമാറുകയും ചെയ്ത സഭാതലവനായിരുന്നു അദ്ദേഹം. തിരുത്തലുകളുടെയും ഏറ്റുപറച്ചിലുകളുടെയും അധ്യായമാണ് ബെനഡിക്ട് 16 കാലം. അമേരിക്കൻ സന്ദർശനത്തിനിടെ ന്യൂയോർക്കിലെ ജൂത സിനഗോഗിലെത്തിയതും ചരിത്ര സംഭവമായി. ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, ജൂത, ബുദ്ധ, ഇസ്ലാം മത നേതൃത്വവുമായി അടുപ്പം പുലർത്തിയ മാർപ്പാപ്പയായിരുന്നു ബെനഡിക്ട് 16. വിവാദങ്ങളും അദ്ദേഹത്തെ അകന്നു നിന്നില്ല. ക്രിസ്തുവുമായുള്ള സൗഹൃദം എന്നതായിരുന്നു ബെനഡിക്ട് 16 പ്രബോധനങ്ങളുടെ കാതൽ. ക്രിസ്തീയതയ്ക്ക് ഒരാമുഖമെന്ന പ്രഭാഷണ സമാഹാരം ദൈവശാസ്ത്ര പഠന ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ്. സഭയുടെ യാഥാസ്ഥിതിക നിലപാടുകളിൽ നിന്ന് അധിക ദൂരത്തിലേക്ക് നീങ്ങാതെ തന്നെ പരിഷ്കരണത്തിനു വേണ്ടിയും നിലകൊണ്ട മാർപ്പാപ്പയാണ് വിടവാങ്ങുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വർഷാവസാന പ്രാർത്ഥന ആചരണ മധ്യേ എമിരറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയെ സ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ. വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുണയുടെയും സാക്ഷ്യമായിരുന്നു ബെനഡിക്ട് പാപ്പയെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി. വർഷാവസാന ആചരണ മധ്യേ നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ബെനഡിക്ട് 16 പാപ്പയെ സ്മരിച്ചത്. വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുണയുടെയും സാക്ഷ്യമായിരുന്നു ബെനഡിക്ട് പാപ്പയെന്ന് ഫ്രാൻസിസ് പാപ്പ എടുത്തു പറഞ്ഞു. വളരെ എളിമ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ബെനഡിക്ട് പാപ്പ നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി. കൃതജ്ഞതയോടെ മാത്രമേ ബെനഡിക്ട് പാപ്പയെ ഓർക്കാൻ സാധിക്കുകയുള്ളൂവെന്നും പാപ്പ സ്മരിച്ചു. കൂടാതെ അദ്ദേഹത്തെ സഭയ്ക്കും ലോകത്തിനുമായി സജ്ജമാക്കിയ ദൈവത്തോടും കൃതജ്ഞത അർപ്പിക്കുന്നതായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ബെനഡിക്ട് പാപ്പ നൽകിയ എല്ലാ സംഭാവനകളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നതായും എല്ലാറ്റിലും ഉപരി വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സാക്ഷ്യമായി നിലകൊള്ളുകയും സഭയ്ക്കും ലോകത്തിനും മാതൃകയായി മാറിയതും ഓർക്കുന്നതായി പാപ്പ പറഞ്ഞു. പ്രത്യേകിച്ചും എമിരറ്റസ് പാപ്പയുടെ അവസാന നാളുകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. എമിരറ്റസ് പാപ്പ സഭയ്ക്കു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും മധ്യസ്ഥതകളുടെയും മൂല്യം ദൈവത്തിന് മാത്രമേ നിർണയിക്കാൻ സാധിക്കൂ എന്നും ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വലിയ ദൈവശാസ്ത്രജ്ഞനും പ്രബോധകനുമായിരുന്നു കാലം ചെയ്ത ബെനഡിക്ട് മാർപ്പാപ്പയെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവ. കേരള സഭയെ പ്രതിനിധീകരിച്ച് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പരിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അറിയിച്ചു. പരിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. ബെനഡിക്ട് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി 2023 ജനുവരി 1 മുതൽ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്ന 5-ാം തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ കേരള കത്തോലിക്ക സഭ ദുഃഖാചരണം നടത്തുന്നതാണെന്നും KCBC വ്യക്തമാക്കി. ഈ ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ പറ്റുന്നവ ഒഴിവാക്കുന്നതിനും മറ്റുള്ളവ അനാർഭാടമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ആർഭാടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. സൗകര്യപ്രദമായ ഒരു ദിവസം എല്ലാ ദേവാലയങ്ങളിലും ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക ബലിയർപ്പണം നടത്തണമെന്നും 5-ാം തീയതി കത്തോലിക്ക സ്ഥാപനങ്ങളിൽ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും KCBC അറിയിച്ചു. വൈദികനായിരിക്കെ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രധാന ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എഴുത്തിലും വായനയിലും അതീവ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തന്റെ ജീവിത സായാഹ്ന വിശ്രമവേളകളിലും അതിനായി പ്രയോജനപ്പെടുത്തി. യേശുവുമായി ഹൃദ്യമായ സൗഹൃദം പുലർത്തുന്നതിന് വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ. ലൈംഗിക ബാലപീഡനങ്ങൾ സംബന്ധിച്ച് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിച്ച് സഭയുടെ ധാർമ്മിക ജീവിതത്തെ നവീകരിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായി. ജനന നിയന്ത്രണത്തെ സംബന്ധിച്ചും സ്വവർഗ ലൈംഗികതയെക്കുറിച്ചും സഭയുടെ പാരമ്പര്യ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നതും KCBC പ്രസിഡന്റ് വ്യക്തമാക്കി. ക്രൈസ്തവ ദൈവശാസ്ത്രത്തെയും അതിന്റെ തനിമയെയും ആദരവോടെ സ്നേഹിച്ച ബെനഡിക്ട് പാപ്പ ഇതര മതസ്ഥരോടും സഹോദര ക്രൈസ്തവ സഭകളോടും തികഞ്ഞ ആദരവും ബഹുമാനവും പുലർത്തി. പത്രോസിന്റെ പിൻഗാമിയുടെ നേതൃശുശ്രൂഷയെക്കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം പൗരസ്ത്യ സഭകളോട് ഉന്നതമായ ആദരവ് കാണിച്ചു. പൗരസ്ത്യ സഭകളുടെ സ്വാതന്ത്ര്യത്തെയും സ്വയംഭരണ അവകാശത്തെയും അംഗീകരിച്ച് ആദരിക്കുന്നതിൽ തുറന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്റേത്.
78-ാം വയസ്സിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ പ്രായം ചെന്ന വ്യക്തിയാണ്. ജർമ്മനിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 30-ാമത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്ട് 16-ാമൻ. 2005 ഏപ്രിൽ മാസം ടൈം മാസിക ലോകത്തിലെ പ്രഗത്ഭരായ 100 പേരുടെ പട്ടികയിൽ ബെനഡിക്ട് മാർപ്പാപ്പയും ഉൾപ്പെടുത്തിയിരുന്നു. വിടവാങ്ങിയ എമിരറ്റസ് ബെനഡിക്ട് പാപ്പയ്ക്ക് അനുശോചന പ്രവാഹം. പാപ്പയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരള സഭാ നേതൃത്വം. KCBCക്കൊപ്പം പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നുവെന്ന് വിവിധ രൂപതാധ്യക്ഷന്മാർ ഷെക്കേന ചർച്ച് ബിറ്റ്സിൽ പങ്കുവച്ചു. സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും കരുതി വച്ചിരുന്ന പോലെ ഒരു കർക്കശക്കാരനായ ഒരു പാപ്പയായിരുന്നില്ല ബെനഡിക്ട് മാർപ്പാപ്പ. സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹം. സ്ഥാനത്യാഗം ചെയ്ത് മാത്രമേ ക്ലേസിയിൽ താമസിക്കുന്നു. ഇത് 2 പ്രാവശ്യം അദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ തലവൻ നിലയിൽ 8 വർഷക്കാലം സഭയെ ധീരമായി നയിച്ച പരിശുദ്ധ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്നും വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ സഭയ്ക്കും ലോകത്തിന് ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാം. സഭ നമുക്ക് കാറ്റും കോളുമുള്ള കാലഘട്ടത്തിൽ ധീരമായി നയിച്ച് ദൈവസന്നിധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശ്രമജീവൻ നയിക്കുന്ന അവസരത്തിൽ 10 വർഷക്കാലത്തോളം ദൈവത്തോട് ഏറെ അടുത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുകയായിരുന്നു. മാനന്തവാടി രൂപതയിലെ എല്ലാ ദൈവാലയങ്ങളിലും സന്യസ്ത ഭവനങ്ങളിലും ഇന്ന് വൈകുന്നേരം കുരിശുമണി അടിക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ മരണം അറിയിച്ചുകൊണ്ട് 3-4-3-4-3-4 ഈ ക്രമത്തിൽ മണിയടിക്കേണ്ടതാണ്. പറ്റുന്നിടത്തെല്ലാം നിങ്ങൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നാളെ വിശുദ്ധ കുർബാനയുടെ അവസാനം പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷ നടത്താൻ പോകുന്ന ദിവസം അതെന്നാണെന്ന് പിന്നീട് അറിയിക്കുകയുള്ളൂ. ആ ദിവസവും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത യാചിക്കുകയും ചെയ്യാം. ലോകമെങ്ങുമുള്ള കത്തോലിക്ക സഭാ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട പാപ്പായായിരുന്നു കാലം ചെയ്ത ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ. പ്രിയപ്പെട്ട പാപ്പായുടെ ഈ ദേഹവിയോഗത്തിൽ ലോകമാസകരമുള്ള ജനങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പാപ്പായായിട്ട് തെരഞ്ഞെടുത്ത ആ ഇലക്ഷന്റെ ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ കാലഘട്ടത്തിലും റോമിലായിരിക്കുവാനും ആ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമൊക്കെ അന്ന് അവിടെ ആയിരുന്ന ആളുകൾക്ക് കഴിഞ്ഞു. അതെനിക്കും സാധിച്ചു. എല്ലാം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ രൂപതയുടെ അനുശോചനം വ്യസനത്തോടുകൂടി അറിയിക്കുന്നു. ദൈവം തന്റെ ഈ പ്രിയപ്പെട്ട ദാസന് നിത്യശാന്തി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധനായിട്ട് ജീവിച്ച മാർപ്പാപ്പ എന്നും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലെ വിശ്വസ്ത പുലർത്തിയ മാർപ്പാപ്പ, വിശ്വാസകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത മാർപ്പാപ്പ. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു താമസനെ പോലെയാണ് ജീവിച്ചത്. അദ്ദേഹം തന്നെ കാണാൻ ചെല്ലുന്നവരോടൊക്കെ പറയുമായിരുന്നു, ഞാൻ എൻ്റെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരാരോഹണമാണ്. അദ്ദേഹം നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധമായിട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അഭിമന്യ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഏറെ ആദരവോടും ഏറെ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ആദരാഞ്ജലികൾ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ആഴമാർന്ന ആധ്യാത്മികതയിലും ഉന്നതമായ ദൈവശാസ്ത്ര ഭൗതിക മണ്ഡലങ്ങളിലും വിരാജിച്ച ലോക നേതാവായിരുന്നു ബെനഡിക്ട് 16-ാമൻ പാപ്പ. മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ച് പ്രവർത്തിച്ച അദ്ദേഹം ചരിത്രം എന്നും ഓർമ്മിക്കുന്ന
പാപ്പയായി തീരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും വിശിഷ്ടമായ പഠനങ്ങളും എന്നും സമൂഹം, സഭ ഓർത്തിരിക്കുമെന്ന് തീർച്ച. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പയെ കാലം ഓർത്തുവെക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തീക്ഷ്ണ വൈഭവം കൊണ്ടുകൂടിയാണെന്ന് KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംബ്ലാനി. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ സഭയെ ശരിയായ ദിശയിലേക്ക് നയിച്ചുവെന്നും മാർ ജോസഫ് പാംബ്ലാനി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പയെ കാലം ഓർത്തുവെക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദീക്ഷണ വൈഭവം കൊണ്ടുകൂടിയാണ്. യുഗപ്രഭാവനായ ഒരു മാർപ്പാപ്പയായിരുന്നു ബെനഡിക്ട് മാർപ്പാപ്പ. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ സഭ നീങ്ങുന്ന കാലത്ത് വളരെ കൃത്യവും വ്യക്തവും ധാർമ്മികതയിൽ അടിയുറച്ചതും സഭയുടെ നാളിതുവരെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്തതുമായ പ്രബോധനങ്ങളിലൂടെ ബെനഡിക്ട് മാർപ്പാപ്പ സഭയെ ശരിയായ ദിശയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പാപ്പ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കാലം മുതൽ സഭയിൽ സത്യവിശ്വാസത്തിന്റെ അവസാന വാക്ക് ബെനഡിക്ട് 16 എന്ന കർദിനാൾ റാറ്റ്സിംഗർ ആയിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ആ കാലത്ത് സഭയെ പിടിച്ചുലച്ച വലിയ പ്രതിസന്ധികൾ, വിമോചന ദൈവശാസ്ത്രത്തിന്റെ വെല്ലുവിളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ വിലയിരുത്തി ആർക്കും എതിരഭിപ്രായങ്ങൾ പറയാനല്ലാത്ത വിധം പഴുതടച്ചുകൊണ്ട് ദൈവശാസ്ത്രജ്ഞനായി മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ലോകം അതിനെ ആദരവോടെ നോക്കിക്കണ്ടു. ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ ദീക്ഷണ വൈഭവത്തിന് മുമ്പിൽ ശിരസ് നമിച്ചു എന്നുള്ളതാണ് സത്യം. ഈ 21ാം നൂറ്റാണ്ടിന് വേണ്ടി ദൈവം കരുതി വെച്ച പുണ്യമായിരുന്ന ബെനഡിക്ട് പാപ്പായുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ മാനവികത മുറുകെ പിടിച്ച വ്യക്തിത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാപ്പയുടെ വിയോഗം ലോകവിശ്വാസി സമൂഹത്തിന് വേദനയുണ്ടാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മികച്ച ദൈവശാസ്ത്ര പണ്ഡിതൻ കൂടിയായിരുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇസ്ലാം, ജൂതമതങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിച്ചു. മാനവികതയും സാഹോദര്യത്തെയും മുറുകെ പിടിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു. 2005 മുതൽ 2013 വരെയുള്ള കാലം ആഗോള കത്തോലിക്ക സഭയുടെ അധിപതിയായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറിന്റെ സൈന്യത്തിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കേണ്ടി വന്ന ഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതരേറ്റുവാങ്ങിയ പീഡനങ്ങൾ കണ്ടാണ് അദ്ദേഹം മനുഷ്യ സേവകനായി മാറിയത്. 2013 സ്ഥാനത്യാഗം ചെയ്യാൻ അദ്ദേഹം കാണിച്ച സന്നദ്ധതയും വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും വിശ്വാസ സമൂഹത്തിലെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു. കാലം ചെയ്ത എമിരിറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെ സ്മരിച്ച് ലോക നേതാക്കൾ. ഒരു കാലത്ത് സഭയുടെയും സമൂഹത്തിന്റെയും ശബ്ദമായിരുന്ന ബെനഡിക്ട് പാപ്പ വിടവാങ്ങുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോക നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി. 2013 സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്ട് 16 പാപ്പയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുകയാണ് ലോക നേതാക്കൾ. എമിരറ്റസ് പാപ്പയുടെ വേർപാടിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം 2010 UK സന്ദർശിച്ചത് ചരിത്ര നിമിഷമായിരുന്നുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ട്വീറ്റ് ചെയ്തു. തന്റെ ചിന്തകൾ ഇപ്പോൾ ബെനഡിക്ട് പാപ്പയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന UKയിലെയും ലോകം മുഴുവനുമുള്ള കത്തോലിക്കരുടെയും കൂടെയാണെന്നും ഋഷി സുനക് കൂട്ടിച്ചേർത്തു. കൂടുതൽ സാഹോദര്യമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനായി മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും പ്രയത്നിച്ച മാർപ്പാപ്പയായിരുന്നു എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ട്വീറ്റ് ചെയ്തു. വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായിരുന്ന പാപ്പ ജീവിതകാലം മുഴുവൻ സഭയെ സേവിക്കുകയും സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയുമായിരുന്നുവെന്നും എന്നാൽ ഇനിയും പാപ്പ അവശേഷിപ്പിച്ചു പോകുന്ന അദ്ദേഹത്തിന്റെ ആഴമേറിയ പഠനങ്ങളിലൂടെയും ജനമനസ്സുകളിലൂടെയും സഭയെ നയിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ട്വിറ്ററിൽ എഴുതിയ അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കി. ബെനഡിക്ട് പാപ്പ തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സഭയെ സേവിക്കുന്നതിനും മാറ്റിവെച്ചുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. ബെനഡിക്ട് പാപ്പ വളരെ
പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാർപ്പാപ്പയും ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്നുവെന്നും ജർമ്മൻ ചാൻസലർ ഒലഫ് സ്കോൾസും സ്മരിച്ചു. ബെനഡിക്ട് പാപ്പ നിത്യപിതാവിന്റെ സവിധത്തിലേക്ക് യാത്രയാകുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് 20-21 നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളെയാണെന്ന് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രേ ഡുഡയും ട്വീറ്റ് ചെയ്തു. എമിരിറ്റസ് ബെനഡിക്ട് പാപ്പയുടെ മരണവിവരം വത്തിക്കാൻ പ്രസ് ഓഫീസ് സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ച ശേഷം വത്തിക്കാനിൽ മരണവിവരം അറിയിച്ചുകൊണ്ട് മണികൾ മുഴക്കിയിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം ബെനഡിക്ട് പാപ്പ ജനിച്ച ജർമ്മനിയിലെ മ്യൂണിക് കത്തീഡ്രലിലും മണികൾ മുഴക്കി മരണവിവരം അറിയിച്ചു. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.